ചാപ്റ്ററിൻ്റെ പേര് ഓൺട്രപ്രന്യൂർഷിപ്പ് അഥവാ സംരംഭകത്വം. മീനിങ്, ഡെഫിനീഷൻ, ഫങ്ഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രന്യൂർഷിപ്പ്. അപ്പോൾ ഇത് അതിൻ്റെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് നോക്കുക. ENTREPRENEURSHIP. ഇതിനെ വായിക്കുന്നത് ഓൺട്രപ്രന്യൂർഷിപ്പ് എന്നാണ് വായിക്കുന്നത്. ഓൺട്രപ്രന്യൂർഷിപ്പ്. ഓക്കെ. അപ്പോൾ ഇതിന് എൻ്റർപ്രന്യൂർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഓൺട്രപ്രന്യൂർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഓൺട്രപ്രന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭകൻ. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് മീനിങ് ഓഫ് ഓൺട്രപ്രന്യൂർഷിപ്പ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഓൺട്രപ്രന്യൂർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഓൺട്രപ്രന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? സംരംഭകൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ. സംരംഭകൻ അതായത് പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ, ഒരു പുതിയൊരു ഐഡിയയിൽ ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ട് അതിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ, പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഓൺട്രപ്രന്യൂർ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെ ഓൺട്രപ്രന്യൂർഷിപ്പ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഓൺട്രപ്രന്യൂർ ഈസ് എ പേഴ്സൺ who tries to do something new, visualizes a business opportunity, organizes the necessary resources for setting up the business and bears the risk involved. അപ്പോൾ ഓൺട്രപ്രന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണ്, ഒരു പേഴ്സണാണ്, ഹു ട്രൈസ് ടു ഡു സംതിങ് ന്യൂ, പുതിയതായിട്ട് പുതിയൊരു കണ്ടുപിടുത്തത്തിലൂടെ ഒരു പുതിയ ബിസിനസ് കൊണ്ടുവരിക. വിഷ്വലൈസസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അയാൾ എന്തായിരിക്കും പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തിയിട്ട്, ഒന്നുകിൽ സ്വന്തമായിട്ട് അയാൾ കണ്ടുപിടിച്ചായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാരുടെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട്, മാർക്കറ്റിലൊരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ ഒരു സാഹചര്യത്തെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ബിസിനസ് കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ബിസിനസ് കൊണ്ടുവരിക. അപ്പോൾ ആ കൊണ്ടുവരുന്ന ആളെ നമ്മൾ പറയുന്നത് ഓൺട്രപ്രന്യൂർ അഥവാ സംരംഭകൻ എന്ന് പറയും. ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്, ആ ഒരു ബിസിനസ്സിനെ നമ്മൾ പറയുന്നത് ഓൺട്രപ്രന്യൂർഷിപ്പ് എന്നാണ് പറയുക. ഓക്കെ. ആൻഡ് സെറ്റിംഗ് അപ്പ് ബിസിനസ് ആൻഡ് ബിയേഴ്സ് എ റിസ്ക് ഇൻവോൾവ്. അപ്പോൾ ഓൺട്രപ്രന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ചിലപ്പോൾ എല്ലാ ഓൺട്രപ്രന്യൂഴ്സും സക്സസ്ഫുൾ ആവണമെന്നില്ല. അതിൽ ഒരുപാട് റിസ്ക് ഇൻവോൾവ്ഡ് ആണ് അല്ലേ. ചിലപ്പോൾ നഷ്ടം വരാം, ചിലപ്പോൾ ലാഭം വരാം. നമുക്കറിയാം പുതിയ സ്റ്റാർട്ടപ്പ്സ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന പുതിയ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10-20% മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ഒരു രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷമൊക്കെ അതിൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. ബാക്കിയുള്ള ബിസിനസ്സുകൾ കൂടുതലും ഒന്നാമത്തെ വർഷമോ രണ്ടാമത്തെ വർഷത്തിൻ്റെ അകത്ത് പൂട്ടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയയും നല്ലൊരു ഒരു കണ്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഓൺട്രപ്രന്യൂർഷിപ്പിൽ അല്ലെങ്കിൽ ഓൺട്രപ്രന്യൂഴ്സിന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓൺട്രപ്രന്യൂർ മേ ബി ടേംഡ് ആസ് ആൻ ഇന്നോവേറ്റർ. അയാൾ ഇന്നോവേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടുപിടുത്തം ഇല്ലേ, ഒരു കണ്ടുപിടിക്കുന്ന ആളാണ്. അതായത് മാർക്കറ്റിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യം അയാൾ ചെയ്യുന്നതാണ്. ആസ് ആൻ ഓർഗനൈസർ ആൻഡ് എ റിസ്ക് ബിയർ. അയാളൊരു ഓർഗനൈസറാണ്. അയാൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ ബിസിനസ് ആക്കിയിട്ട് മാറ്റാൻ അയാൾക്ക് പറ്റണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആൾക്കാരൊന്നും ബിസിനസ്മാൻ അല്ല. അപ്പോൾ അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിനൊരു ബിസിനസ് ആക്കിയിട്ട് മാറ്റുകയും വേണം അല്ലേ, മാർക്കറ്റിലെ ആൾക്കാർക്ക് യൂസ്ഫുള്ളായിട്ട് അതിനെ കൊണ്ടുവരികയും വേണം. അതോടൊപ്പം തന്നെ അയാൾ എന്തെടുക്കുന്നുണ്ട്, റിസ്ക് ബിയറാണ്. അയാൾ റിസ്ക് എടുക്കുന്നുണ്ട്. നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് അയാൾ തന്നെ സഹിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ പോയിന്റ് നോക്കാം. ഇന്നോവേറ്ററാണ്, അയാളൊരു ഇന്നോവേറ്ററാണ്. എങ്ങനെ ഇന്നോവേറ്ററാണ്? ദ ഓൺട്രപ്രന്യൂർ ഇൻട്രൊഡ്യൂസസ് ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഒന്നുകിൽ അയാളൊരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ആളായിരിക്കാം. രണ്ടാമത് പറയുന്നത് ഫൈൻഡ് ഔട്ട് ന്യൂ മാർക്കറ്റ് ഫോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു, പക്ഷേ ആർക്കും വേണ്ടാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു, അതിനൊരു നല്ലൊരു മാർക്കറ്റ്, ആൾക്കാർക്ക് നല്ലൊരു ഡിമാൻഡൊക്കെ കൊടുത്തിട്ട്, ഒന്നുകിൽ നല്ല അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിനൊരു മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങുന്ന രീതിയിലൊക്കെ അതിനെ മാറ്റുക. ഫൈൻഡ് ഔട്ട് എ ന്യൂ മാർക്കറ്റ് ഫോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസസ് ന്യൂ പ്രൊഡക്ഷൻ ടെക്നോളജി. അതായത് ഇതുവരെ വലിയ രീതിയിൽ എക്സ്പെൻസീവായിട്ട് നടത്തിക്കൊണ്ടുപോയിരുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ബിസിനസ്, അതിനെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ലോഞ്ചിങ് ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, പക്ഷെ അതൊന്നും ശരിയായ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നില്ല. കാരണം അതിന് ശരിയായ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ല. ശരിയായ രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക്, കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് പറ്റുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്ന പ്രൊഡക്റ്റുകളെ ശരിയായ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതിനെ നമ്മൾ ലോഞ്ചസ് ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. അതുപോലെ തന്നെ ഹി ബിയേഴ്സ് എ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സിൽ റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന എല്ലാത്തരം റിസ്കിനെയും
എല്ലാത്തരം അൺസർട്ടൈനിറ്റി അല്ലെ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന എല്ലാത്തരം റിസ്കിനെയും അയാൾ സ്വയം ഏറ്റെടുക്കണം. ബിയേഴ്സ്, അയാൾ സ്വന്തമായിട്ട് അത് ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓൺട്രപ്രനേഴ്സ് ഒരു ബിസിനസ് ചെയ്തിട്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ കുറേ കാലം തന്നെ അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടവും ഒരുപാട് ഡെപ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അയാൾക്ക് ഒരുപാട് വർഷങ്ങളും വേണ്ടി വരും. അതുപോലെ തന്നെ ഓൺട്രപ്രനർഷിപ്പ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് റെസ്പോൺസ് ടു ദി എൻവിറോൺമെൻറ്റ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ബർത്ത് ടു എ ന്യൂ എൻ്റർപ്രൈസസ്. നമുക്കറിയാം എല്ലാ ഓൺട്രപ്രനേഴ്സും സക്സസ്ഫുൾ ആവണം എന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നല്ല രീതിയിൽ ഇന്നോവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരുന്ന പല ബിസിനസ്സുകളും മാർക്കറ്റിൽ സക്സസ്ഫുള്ളായിട്ട് ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ അത്ര ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അയാളൊരു പുതിയ ന്യൂ എൻ്റർപ്രൈസസ് തുറക്കുന്ന. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് പഠിച്ചതിന് ശേഷം നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരു സാലറി കിട്ടും. ആ ഒരു സാലറിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലീനെ ശരിയായ രീതിയിൽ നോക്കും. പക്ഷേ വേറൊരു കേസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ഓൺട്രപ്രനറായിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു എൻ്റർപ്രൈസസ് തുടങ്ങി. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലീനെ മാത്രമല്ല നോക്കുന്നത്, നമ്മളൊരുപാട് സൊസൈറ്റിയിലുള്ള ഒരുപാട് ഫാമിലീസിനെ നമ്മൾ നോക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, നല്ലൊരു ഓൺട്രപ്രനർ ഒരു സൊസൈറ്റിയിലെ ഒരു സർവീസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പിന്നെ ഓൺട്രപ്രനേഴ്സിനെ നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് കാണാം? നമുക്കറിയാം, സോഷ്യൽ എൻഡെവർ, ബിസിനസ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്. അപ്പോൾ നമുക്ക് ഓൺട്രപ്രനേഴ്സിനെ, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സംരംഭകരെ നമുക്ക് എവിടെയൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്? സോഷ്യൽ എൻഡെവറാണ് അല്ലേ? സൊസൈറ്റിയിൽ നമുക്ക് സൊസൈറ്റീസിൻ്റെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാരെ അറിയാം. നമുക്ക് ബിസിനസ്സിൽ ഓൺട്രപ്രനേഴ്സിനെ അറിയാം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ഓൺട്രപ്രനേഴ്സ് ഒരുപാട് ആൾക്കാർ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് അല്ലേ, ഇതിലൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ. അപ്പോൾ ഓൺട്രപ്രനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിനകത്ത് മാത്രം കാണുന്ന ആൾക്കാരല്ല. സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും, ബിസിനസ് ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും, ഇതിനകത്തെല്ലാം പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരും ഓൺട്രപ്രനേഴ്സ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എന്താണ് ഓൺട്രപ്രനർഷിപ്പിൻ്റെ ഡെഫിനേഷൻ? എന്താണ് ഈ ഓൺട്രപ്രനർഷിപ്പ്? ഈസ് ദ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് വാല്യൂ ത്രൂ റിക്കഗ്നിഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൊണ്ടുവരുന്ന ഏതൊരു കാര്യവും സൊസൈറ്റിക്ക് വാല്യുബിൾ ആണെങ്കിൽ, സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അത് വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിനൊരു സക്സസ് ഉള്ളൂ. ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക് ടേക്കിംഗ് ആൻഡ് ഈസ് ഓൾസോ ഗോയിങ് ടു ടേക്ക് ദ മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക് ടേക്കിംഗ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക് കൂടി എടുക്കുന്നുണ്ട്. ആൻഡ് ത്രൂ ദ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് ടു മൊബിലൈസ് ഹ്യൂമൻ, financial and material resources necessary to bring a project to fruition. So ഇതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഓൺട്രപ്രനർ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അയാൾ നോക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഞാൻ തുടങ്ങുന്ന ബിസിനസ് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന കാര്യം സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് വാല്യുബിൾ ആണോ എന്നുള്ളതാണ്. അങ്ങനെ വാല്യുബിൾ ആണെങ്കിൽ മാത്രമേ അയാൾക്കത് തുടങ്ങാൻ വേണ്ടി പറ്റൂ. ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ ഈസ് ഗോയിങ് ടു ടേക്ക് ദ റിസ്ക്. അയാൾ അതിനകത്തുള്ള എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ നഷ്ടം വരാം, ചിലപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും അൺസർട്ടൈനായിട്ട് എന്തെങ്കിലും സംഭവിക്കാം അല്ലേ? വലിയ രീതിയിൽ നഷ്ടം വരാം. ഇപ്പോൾ നിങ്ങൾ നോക്ക്, കൊറോണ വന്നു, അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ച് മുമ്പ് കേരളത്തിൽ ഫ്ലഡ്സ് വന്നു. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, മാർക്കറ്റിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ ബിസിനസ് നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പെരുന്നാൾ സീസൺ വരുന്ന സമയത്ത്, ഓണം സീസൺ വരുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഒരു സീസണാണ്. അത്തരം സമയങ്ങളിൽ വലിയ രീതിയിൽ കലാമിറ്റീസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസീസൊക്കെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ബിസിനസ്സിന് വലിയ രീതിയിൽ നഷ്ടമാണ്. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ് ശരിക്കും. അപ്പോൾ അത്തരം റിസ്ക്കുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ അയാൾ എന്തായിരിക്കണം? ഹി ഷുഡ് ഹാവ് മാനേജ്മെൻറ്റ് സ്കിൽസ്. അയാളെ ബിസിനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടാവണം. അതിനകത്ത് മാനേജ്മെൻറ്റ് സ്കിൽസിനകത്ത് വരുന്നത് മൊബിലൈസ് ഹ്യൂമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിനെ നോക്കണം, ഫിനാൻഷ്യൽ, അവിടുത്തെ പൈസയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കണം, അതുപോലെ തന്നെ അവിടുത്തെ മെറ്റീരിയൽ റിസോഴ്സസ് ഇല്ലേ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, സ്റ്റോക്സും അതുപോലെ തന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ നോക്കണം. നെസസറി ടു ബ്രിങ് പ്രൊജക്റ്റ് ടു ഫ്രൂഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോയിട്ട് സക്സസ് ആക്കണമെങ്കിൽ അയാൾക്ക് റിസ്ക് ടേക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവണം. പിന്നെ അതുമാത്രമല്ല, അയാൾ സൊസൈറ്റിക്ക് നല്ല വാല്യൂ പ്രൊവൈഡ് ചെയ്യണം.
അയാൾക്ക് എല്ലാ എംപ്ലോയീസിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയണം, അയാൾക്ക് മണി മാനേജ്മെൻറ്റ് അറിയണം, പൈസേനെ കൃത്യമായിട്ടില്ലേ ഇങ്ങോട്ട് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, ബിസിനസ്സിനകത്തേക്ക് വരുന്ന പൈസേനെയും ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്ന പൈസേനെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അറിയണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാർക്കാണ് ശരിയായ രീതിയിൽ സക്സസ്ഫുള്ളായിട്ടൊരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക. ഇനി എന്താണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രനർഷിപ്പ്, അതായത് ഒരു ഓൺട്രപ്രനർഷിപ്പിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഐഡൻറ്റിഫൈങ് ആൻഡ് യൂസിങ് ദ ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ്, അല്ലേ? മാർക്കറ്റിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. മാർക്കറ്റിൽ ആൾക്കാർക്ക് വാല്യൂ ഇല്ലാത്ത ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, മാർക്കറ്റിൽ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് വാല്യൂ ഉള്ള മാർക്കറ്റിൽ എന്താണ് ഇല്ലാത്തത്, ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ കൺവേർട്ടിങ് ദ ഐഡിയാസ് ഇൻ ടു ആക്ഷൻ, അല്ലേ? ഐഡിയ മാത്രം ഉണ്ടായാൽ പോരാ, ഐഡിയ മാത്രം ഉണ്ടായാൽ പോരാ, അതിനൊരു ആക്ഷൻ ആക്കിയിട്ട് മാറ്റണം. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് പുറത്തേക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ടു ലോഞ്ച് ആൻഡ് എൻ്റർപ്രൈസസ്, അല്ലേ? നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്കതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണം, അതിനെ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം, അതായത് എന്താണ് ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അതുപോലെ തന്നെ സ്ട്രൈവിങ് ഫോർ എക്സലൻസ് ഇൻ ഹിസ് ഓർ ഹെർ ഫീൽഡ് ഓഫ് വർക്ക്. അത് മാത്രമല്ല എന്താണ്, നല്ലൊരു എനർജി ഉണ്ട്. ഒരു ഓൺട്രപ്രനർക്ക് എപ്പോഴും ഒരു വലിയ രീതിയിലുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം, അതായത് ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പറ്റൂ. അതുമാത്രമല്ല ബിയറിങ് ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ് ഇൻവോൾവ്ഡ്, മാർക്കറ്റിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന റിസ്കിന് അയാൾക്ക് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതുമാത്രമല്ല ഹാർമനൈസിങ്, അതായത് ഓർഗനൈസേഷനിൽ അയാൾ കൊണ്ടുവരുന്ന ബിസിനസ്സിനകത്ത് അയാൾ എപ്പോഴും നല്ലൊരു ഹാർമണി, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം, നല്ലൊരു എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷം ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അവിടെ എന്തുണ്ടാവാൻ പാടില്ല, കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രനർഷിപ്പ് എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് ഒന്നുകൂടെ നോക്കാം. ഐഡൻറ്റിഫൈങ് ആൻഡ് യൂസിങ് ദ ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ്, കൺവേർട്ടിങ് ദ ഐഡിയാസ് ഇൻ ടു ആക്ഷൻ, അതുപോലെ തന്നെ undertaking promotional activities to launch an enterprise, striving for excellence in his or her field of work, bearing the risk and uncertainties involved, harmonizing. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്താണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രനർഷിപ്പ് എന്ന് പറയുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രനർഷിപ്പാണ്. നമ്മൾ എന്താണ് സംരംഭകത്വത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഓൺട്രപ്രനേഴ്സ് ഓക്കെ അതിനുള്ള ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഓൺട്രപ്രനർഷിപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തികമായിട്ടുള്ള വികസനത്തിന് ഓൺട്രപ്രനർഷിപ്പ് അത്യാവശ്യമാണ്. രണ്ടാമത്തെ പോയിൻറ്റ്, ഹെൽപ്സ് ഇൻ ഫോർമേഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ ബ്രിങ്ങിങ് ടുഗദർ ആൻഡ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ദി പീപ്പിൾ, അല്ലേ? ശരിയായ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയെല്ലാം ആൾക്കാരുടെ സേവിങ്സ് ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവർ സേവ് ചെയ്ത പൈസേനെയാണ്, ക്യാഷിനെയാണ് എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സേവിങ്സിനെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൺട്രപ്രനേഴ്സിൻ്റെ ബിസിനസ് ആവശ്യമാണ്. അത് മാത്രമല്ല, മൂന്നാമത്തെ, പ്രൊവൈഡ്സ് എ ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻക്രീസസ് ദ പർച്ചേസിങ് പവർ ഓഫ് ദി പീപ്പിൾ, അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഓൺട്രപ്രനർ ബിസിനസ് തുടങ്ങുമ്പോൾ അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നാലാമത്തെ, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ കൺട്രി. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺട്രപ്രനേഴ്സ് ബിസിനസ് തുടങ്ങുന്നത് എപ്പോഴും ടൗൺ ഏരിയാസിലായിരിക്കില്ല. അവർ തുടങ്ങുന്നത് റൂറൽ ഏരിയാസിലും വില്ലേജസിലൊക്കെ ആയിരിക്കും തുടങ്ങുക. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നത് കൊണ്ട് ഗ്രാമങ്ങളും കൂടി വികസിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഏരിയാസ് കൂടി വികസിക്കും. അതിലൂടെ റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയാസ് എല്ലാം ടൗൺ ഏരിയാസ് ആയിട്ട് മാറും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ വികസനങ്ങളും ടൗൺ ഏരിയാസിൽ, സിറ്റീസിൽ മാത്രം ആയി മാറുന്നതിന് പകരം ബാക്കിയുള്ള എല്ലാ റീജിയണൽ ഏരിയാസ്, അതായത് വില്ലേജസും എല്ലാ റൂറൽ ഏരിയാസൊക്കെ വികസിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് മാത്രമല്ല, നെക്സ്റ്റ്, ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ടു ഓൺ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഫ്യൂ ഹാൻഡ്സ്. അതായത് ഇത്തരം ഓൺട്രപ്രനേഴ്സ് പുതുതായിട്ട് വരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന സംഭവം പണക്കാരൻ്റെ കയ്യിലേക്ക് മാത്രമല്ല, എല്ലാ പാവങ്ങളുടെ കയ്യിലേക്കും ക്യാഷ് ഫ്ലോ ആവുന്നതിന് ഇത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്.
എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ഓൺട്രപ്രനർ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അയാൾക്ക് ഒരുപാട് ആൾക്കാർ പണം കൊടുക്കും. ബിസിനസ് സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലേക്കും പണം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവർക്കും എന്തുണ്ട്, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴും പണക്കാരൻ മാത്രം പണക്കാരനാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പാവപ്പെട്ടവർക്കും ബിസിനസ് ചെയ്യുന്നതിലൂടെ, ഓൺട്രപ്രനർഷിപ്പ് ചെയ്യുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ പണക്കാരനാവാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും അവസാനമുള്ള പോയിൻ്റാണ്, പീപ്പിൾ ഹാവ് നൗ ബിഗൺ ടു റിയലൈസ് ദ ക്രൂഷ്യൽ റോൾ ദ ഓൺട്രപ്രനേഴ്സ് ഹാവ് ടു പ്ലേ ഫോർ അച്ചീവിങ് ദ ഗോൾ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് 1, 2, 3 പണക്കാർ ഒരുപാട് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ചെറിയ സംരംഭകർ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് മാൻ, അങ്ങനെ ഉള്ള ആൾക്കാർ മുകളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബിസിനസ്സുകൾ തുടങ്ങുന്നത് വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരം ആളുകൾ, ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുന്നതിലൂടെ നമ്മുടെ രാജ്യത്തുള്ള പല ആൾക്കാർക്കും ജോലി കിട്ടാനും അവരുടെ എല്ലാവരുടെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും പറ്റും. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന പറയുന്നത്. ഇനി വായിക്കുന്നത് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രനർ ആണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രനർ ആവണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യേറ്റീവ്. അയാൾ എല്ലാ കാര്യത്തിനും ഒരു മുൻകൈ എടുക്കുന്ന ആളായിരിക്കണം. അയാൾ എല്ലാ കാര്യത്തിനും ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ആളായിരിക്കണം. ഇനീഷ്യേറ്റീവ് ആയിരിക്കണം അയാൾ. അത് മാത്രമല്ല, അയാൾക്കൊരു വൈഡ് നോളജ് വേണം, അല്ലേ? എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു വൈഡ് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടാവണമാണ്. അത് മാത്രമല്ല, വില്ലിങ്നെസ് ടു അസ്യൂം റിസ്ക്, അല്ലേ? അയാൾക്ക് എന്താണ് വില്ലിങ്നെസ് ടു അസ്യൂം റിസ്ക്, അയാൾക്ക് റിസ്ക് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അത് മാത്രമല്ല, ഓപ്പൺ മൈൻഡ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക്, അല്ലേ? അയാൾ എല്ലാത്തിനും ഒരു ഓപ്പൺ മൈൻഡായിട്ട്, എൻ്റെ കാര്യം മാത്രം നോക്കുന്നതിന് പകരം ഒരു ഓപ്പൺ മൈൻഡായിട്ട് എല്ലാവരുടെ കാര്യങ്ങളും മനസ്സിലാക്കുന്ന രീതിയിൽ അയാൾക്ക് സംസാരിക്കാനും അയാൾക്കത് ചിന്തിക്കാനും അയാൾക്ക് പറ്റണം. അതുമാത്രമല്ല, അഡാപ്റ്റബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് പറ്റണം. അതുമാത്രമല്ല, ഈ ഷുഡ് ബി സെൽഫ് കോൺഫിഡൻറ്റ്. അയാൾ എന്താണ്, സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം എപ്പോഴും. അതുമാത്രമല്ല, അയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആവശ്യമാണ്. നല്ല ലീഡർഷിപ്പ്, ആൾക്കാരുടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് അയാൾക്ക് വേണം. അതുമാത്രമല്ല, ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് ഹാർഡ് വർക്ക്, അല്ലേ? അയാൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സണും കൂടിയായിരിക്കണം. അത്യാവശ്യ ഘട്ടത്തിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയത്ത് അയാൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ആർക്ക് ആവശ്യമാണ്? ആസ് എ ഓൺട്രപ്രനർ ആവശ്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ആൻ ഓൺട്രപ്രനർ ആണ്. നമ്മൾ മുമ്പ് നോക്കിയത് ഫങ്ഷൻസ് ഓഫ് ആൻ ഓൺട്രപ്രനർഷിപ്പാണ്. അതായത് സംരംഭകത്വത്തിൻ്റെ ഫങ്ഷനാണ് ഇപ്പോൾ നോക്കിയതെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്നത് പ്യുവർലി ഓൺട്രപ്രനർ, ഒരു ബിസിനസ് മാൻ, അയാളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കോൺസെപ്ഷൻ ഓഫ് ആൻ ഐഡിയ. അയാൾ കൊണ്ടുവരുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ അയാൾക്ക് ഉണ്ടായിരിക്കണം. അയാൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുമാത്രമല്ല, അയാളത് കൃത്യമായിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അയാളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അയാൾക്ക് പറ്റണം. അതുപോലെ അയാൾക്ക് ഇന്നോവേഷൻ, അല്ലേ? എന്താണ് അതായത് പുതിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. ഒരു പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അല്ലേ? പുതിയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിരിക്കുക. ഇത് ഒരു ഇന്നോവേറ്റീവ് ആയിരിക്കണം അയാൾ. എല്ലായ്പ്പോഴും ഒരു പുതിയ കാര്യങ്ങളോട് അയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അത് മാത്രമല്ല, ബിയർ ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഫ്യൂച്ചറിൽ വരാൻ വേണ്ടി പോകുന്ന റിസ്കിനെയും അൺസർട്ടനിറ്റിനെയും അയാൾ ബിയർ ചെയ്യാൻ, അല്ലേ? അയാൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, അറേഞ്ചിങ് നെസസറി ക്യാപിറ്റൽ. ബിസിനസ് ചെയ്യാൻ എപ്പോഴും ഒരുപാട് പൈസ ആവശ്യമാണ്, ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ അയാൾക്ക് പറ്റണം. അതുമാത്രമല്ല, സ്റ്റാഫിങ്. അയാളുടെ ബിസിനസ്സിനകത്ത് എംപ്ലോയീസിനെ കൊണ്ടുവരുന്ന സമയത്ത്, അത് സ്റ്റാഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ കൊണ്ടുവരിക, തൊഴിലാളികളെ എടുക്കുക, സെലക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അവർ നല്ല ആൾക്കാരാണോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, നല്ലപോലെ എൻവിറോൺമെൻറ്റിൽ നല്ലപോലെ ആൾക്കാരെ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, ഇതൊക്കെ അയാൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ നല്ല രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൂ. ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഓൺട്രപ്രനേഴ്സ്. നമ്മുടെ നാട്ടിലെ സംരംഭകർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിസിനസ് പീപ്പിൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സെലക്ഷൻ ഓഫ് ബിസിനസ്സാണ്. ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഓൺട്രപ്രനേഴ്സിന് വലിയ രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് പാർട്ട്ണർഷിപ്പാണോ, കമ്പനി ആക്കിയിട്ട് മാറ്റണോ, അല്ലെങ്കിൽ അത് സോൾ പ്രൊപ്പറൈറ്റർ ആവണോ, ഏത് രീതിയിലുള്ള ഒരു ഫോമാണ് ഞാൻ ബിസിനസ് ഫോം ചെയ്യേണ്ടത് എന്നുള്ളത് അയാൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുമാത്രമല്ല, ഫിനാൻസിങ്, ഇല്ലേ? പൈസ എവിടെ നിന്ന് കൊണ്ടുവരും, ഇല്ലേ? ലോൺ എടുക്കണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങണോ,
സ്വന്തം കയ്യിലുള്ള പൈസ യൂസ് ചെയ്യണോ, ഈ കാര്യങ്ങളൊക്കെ ഫിനാൻസിങ് ആണ്. അപ്പോൾ അതിലുള്ള കൺഫ്യൂഷൻ. അതുമാത്രമല്ല ലൊക്കേഷൻ, ഏത് സ്ഥലത്താണ് ഞാൻ ബിസിനസ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ലൊക്കേഷൻ്റെ പ്രത്യേകത അല്ലേ. റൂറൽ ഏരിയാസിൽ തുടങ്ങണോ, അർബൻ ഏരിയാസിൽ തുടങ്ങേണ്ടതാണോ, ഈ കാര്യങ്ങളൊക്കെയാണ് ലൊക്കേഷൻ. അതുപോലെ തന്നെ സൈസ് ഓഫ് യൂണിറ്റ് അല്ലേ, എന്താണ് ചെറുതായിട്ട് തുടങ്ങണോ അല്ലെങ്കിൽ വലിയ ലാർജ് സ്കെയിലായിട്ടാണോ ഞാൻ തുടങ്ങേണ്ടത് എന്നുള്ളതാണ് സൈസ് ഓഫ് യൂണിറ്റ്. അതുപോലെ തന്നെ മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അല്ലേ, അവിടത്തേക്ക് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ അത് ഏത് മെഷീൻസ് കൊണ്ടുവരണം, എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരണം. അത് മാത്രമല്ല എന്താണ് എത്ര എണ്ണം കൊണ്ടുവരണം അല്ലേ, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് എവിടെ നിന്ന് കൊണ്ടുവരണം. ഇതൊക്കെ അവരുടെ കൺഫ്യൂഷനാണ്, പ്രോബ്ലംസാണ്. അതുപോലെ തന്നെ സ്യൂറ്റബിൾ മാൻ പവർ. എപ്പോഴും ഒരു ഓൺടർപ്രനേഴ്സിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള മാൻ പവർ, എംപ്ലോയീസിനെ കിട്ടില്ല. ചിലപ്പോൾ എംപ്ലോയീസിനെ കൊണ്ടുവന്നാലും അവർ നല്ല രീതിയിൽ പണിയെടുക്കണം എന്നില്ല. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു ഓൺടർപ്രനേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. ഇനി പറയുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഓൺടർപ്രനേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളതാണ്. ഒന്ന് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI. അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ SIDO. അതുപോലെ തന്നെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ NSIC. സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് SIS. അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ SSIDC. അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ DIC. അപ്പോൾ ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഓൺടർപ്രനേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അതായത് ധനകാര്യ സ്ഥാപനങ്ങളാണ്, ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യത്തുണ്ടെങ്കിലും അപ്പോൾ ശരിയായ രീതിയിലുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ശരിയായ രീതിയിലുള്ള ഒരു ബിസിനസ് ഐഡിയയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇത്തരം ബാങ്കുകൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പരിശോധിച്ചിട്ട് നല്ല ബിസിനസ് ഐഡിയയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ട് തരും, അതായത് പൈസ ലോണ് ആയിട്ട് തരും. These financial institutions have also started providing venture capital to young and upcoming entrepreneurs. അപ്പോൾ ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെഞ്ചർ ക്യാപിറ്റൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിന് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, യൂഷ്വൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സച്ച് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഇൻക്ലൂഡ്, അതായത് അവർ ബിസിനസ് പീപ്പിൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ, അവരുടെ കയ്യിൽ ആവശ്യത്തിന് മെറ്റീരിയൽ ഉണ്ടാവാൻ സാധ്യതയില്ല, അത് വാങ്ങിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആൻഡ് പവർ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ, ലാക്ക് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റി, ശരിയായ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഫാക്കൽറ്റീസ് ഇല്ലെങ്കിൽ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ സഹായിക്കാറുണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ EDP എന്നൊക്കെ പറയുന്ന ഓൺടർപ്രനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്.